മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണയായിട്ടൊരു KBRൻ്റെ ട്രാഫിക് മോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ അത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് മാപ്പ് ഡൗൺലോഡ് ആവുന്നില്ല, മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, OBB കാണുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ അന്ന് വേറൊരു വീഡിയോ ഇട്ടാണ് വീഡിയോ ചെയ്യണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആരും ആ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതാണ് നമ്മൾ അതിൻ്റെ ചെയ്യാത്തത്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് KBRൻ്റെ പുതിയ ഇപ്പോൾ ബേസ്ഡ് അപ്ഡേറ്റ് ആയതിനു ശേഷം 4.2ൻ്റെ പുതിയൊരു KBRൻ്റെ ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു KBRൻ്റെ ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ചെയ്യുന്നത് എല്ലാം കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. അപ്പോൾ അത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇനി എന്തായാലും നമുക്ക് അതിൽ കളിക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. V8ൻ്റെ ആണ് JB അപ്ഗ്രേഡ്, കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ V4.1 എന്തോ ആയിരുന്നു, അതിൻ്റെ ആണ് അന്നത്തെ ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ 4.2 ആക്കിയിട്ടുണ്ട്, കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. 3 ആഴ്ചയായിട്ടുണ്ട് ഈ വീഡിയോ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ടീം KBRൻ്റെ ഒഫീഷ്യൽ ഇതിൽ പോവുക, യൂട്യൂബ് ചാനലിൽ. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർ കൊടുത്തിട്ട് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 4.2 ആഡ് ഓൺ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഫയൽ സ്പീഡ് ഇതാണെന്ന് തോന്നണേ. ഇത് തന്നെയാണ് രണ്ടാമത് നടക്കണ ആ ഒരു ഫയൽ സ്പീഡ് ട്രാഫിക്. അത് കൊടുക്കുക. ഷെയർ മോഡ്സിൻ്റെ ലിങ്കിലായിട്ട് നേരെ പോകും. ശേഷം ഇതല്ലേ ഇത് 2 KB ആയിട്ടാണല്ലോ ഇത് പറഞ്ഞ സ്പീഡ് ട്രാഫിക്. ഇതല്ല ഇതാണ് ആദ്യം കിടക്കുന്ന ലിങ്ക് തന്നെയാണ് കേട്ടോ. താഴോട്ടൊന്നും പോകണ്ട, ആദ്യം കിടക്കുന്ന ലിങ്ക് തന്നെ പതുക്കണം. താഴോട്ടുള്ള നമ്മുടെ സ്പീഡ് ട്രാഫിക്കാണ്, വണ്ടികളുടെ എന്തോ ആണ്, നമുക്ക് ആവശ്യമില്ല. സോ ആവശ്യമുള്ളവരത് എടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതിനും, അത് ലൈറ്റും ആഡ് ഓൺ വീൽ കപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഇത് ഇൻസ്റ്റാളൊക്കെ ആയിട്ട് നമ്മൾ താഴോട്ട് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് OBB കേരള ട്രാഫിക് V8 അപ്ഡേറ്റഡ് ടീം KBR JB Z1 വേരിയൻറ്റ് ഫുൾ മോഡ് ട്രാഫിക്. അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ JB Z1 കളർ വേരിയൻ്റാണ്, കളർ കോഡ് വേരിയൻ്റാണ്. ഇപ്പോഴത്തെ ഒരു ഫുൾ മോഡ് ട്രാഫിക്കാണ്. പരസ്യം വരും കേസ് ഇടയ്ക്കിടയ്ക്ക് ആഡ്സ്. അടുത്ത 3ാമത്തെ JB പ്രൈവറ്റ് എൻ്റെ പ്രൈവറ്റ് ബസ്സിൻ്റെ വേരിയൻ്റാണ് 3ാമത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഏതാണ്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യത്തെയാണ് എടുക്കണത്. എനിക്ക് JB Z1ൻ്റെ ആണ് വേണ്ടത്. കളർ കോഡുണ്ട്, അത് 2ാമത്തെയാണ്. സോ ഇതിൽ എനിക്ക് വേണമെന്നുള്ള ലിങ്ക് ഇതാണ് എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള നിങ്ങൾ എടുക്കുക. ആ ലിങ്കിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു പരസ്യം വരാം, ജസ്റ്റ് ബാക്ക് അടിച്ചു വിടുക. അതിനുശേഷം പുതിയ സെല്ലിലോട്ട് പോകും. അതിന് താഴോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഇതിലാണ് ഡൗൺലോഡ് ആക്കേണ്ടത്. 2 എണ്ണം ഉണ്ട്. APK പ്ലസ് OBB ആണ് പറഞ്ഞത്. ലിങ്ക് APK ആദ്യം, അത് കഴിഞ്ഞ് OBB. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു APK ഡൗൺലോഡ് ആക്കുക. ആദ്യം APK ഡൗൺലോഡ് ആക്കുക. പക്ഷെ അതിന് 324 MB എന്താണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നിങ്ങൾ അത് ചെയ്യുക. പക്ഷെ പരസ്യം വരും. അപ്പോൾ പിന്നെ നമ്മൾ ബാക്ക് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നേരെ പരസ്യം ഇത് വേറെ ഇതിലോട്ടൊക്കെ പോകും. സോ നിങ്ങളൊന്ന് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ അടുത്ത ടൈം കഴിയും. അതിനുശേഷം നിങ്ങളൊന്നുകൂടെ പുതുക്കുക. അതിനകത്ത് ഒന്നുകൂടെ പുതുക്കി കഴിയുമ്പോൾ ഡൗൺലോഡ് ലിങ്ക് ഹിയർ. സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബട്ടൺ വരും. പക്ഷേ 324.9 MB ആണ് ഇതിന് പറഞ്ഞ APKക്ക്. OBB അതുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. പിന്നീട് വന്നിട്ട് അത് OBB ആഡ് ആവുന്നില്ല ഇതാണെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. കറക്റ്റായിട്ട് കാണാം. ഒരു പരസ്യം ബാക്ക് അടിക്കുക. ഡൗൺലോഡിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ കാണിക്കില്ല. ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. സിപ്പ് ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ആവുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട് ബെസ്റ്റ് 4.2 APK ഒറിജിനൽ സിപ്പാണ് പറഞ്ഞത്. പൈസ ഡൗൺലോഡ് ആക്കുക. ഇത് ചെയ്യണതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഡൗൺലോഡ് ആവട്ടെ, അത് അവിടെ വരെ നിൽക്കട്ടെ. ഡൗൺലോഡ് ആക്കി വെച്ചതിന് ശേഷം
നിങ്ങൾ നിങ്ങളതിൽ കിടക്കുന്ന ഒറിജിനൽ ബസ്സിഡിൻ്റെ ഫയലുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഫയലല്ല, നമ്മുടെ ആപ്പ് ഒറിജിനൽ ബസ്സിൻ്റെ ഗെയിം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അൺഇൻസ്റ്റാൾ ആക്കുക. അതിനാണ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ആക്കുക ആദ്യം. അതിന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പം ഞാൻ എൻ്റെ ഒറിജിനൽ ഫയൽ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതെൻ്റെ ശരിക്കും എൻ്റെ മറ്റേ ഇതിൻ്റെ തന്നെ 4.1 APK തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാണ്. ഒറിജിനൽ ഫയൽ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇരിക്കട്ടെ, ഒറിജിനൽ ഫയൽ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫയൽ കളയുക, എടുത്ത് അത്രയേ ഉള്ളൂ. അത് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ അതുവരെ അങ്ങനെ കളഞ്ഞിട്ട് വയ്ക്കുക. അപ്പോൾ ഇതെടുത്ത് ഡൗൺലോഡ് ആവണം. സോ അതിന് മുമ്പ് എനിക്ക് കാര്യം നോക്കാം ഡീസ്. ഓക്കെ, അത് കളഞ്ഞിട്ടുണ്ട് ഡീസ്, അത് പോയിട്ടുണ്ട്. ആർക്കും കളഞ്ഞു ഞാൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇല്ല, കാണുന്നില്ല, ഉണ്ടോ? അൺഇൻസ്റ്റാൾ ആക്കി. ഇനി ഏതാണ്ട് മറ്റേ ഡൗൺലോഡ് ആയിട്ട് വരണം. അത് ഡൗൺലോഡ് ആയാലേ നടക്കുമോ? ഏകദേശം 30 എത്ര ഓക്കെ, ഏകദേശം 2 മിനിറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ അതാവും. 40% ആയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അതൊന്നായിട്ട് ഫുള്ളായിട്ടൊന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് 1 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ആക്കി വെച്ചല്ലോ, അത് നമ്മളവിടെ നിൽക്കട്ടെ. ജസ്റ്റ് ബേക്ക് അടിക്കുക. ഈ സൈറ്റിൽ തന്നെ നിൽക്കണം, ബേക്ക് ആവല്ലേ. ഈ ഒരു സൈറ്റിൽ നിന്നിട്ട് ബേക്ക് അടിക്കണം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ APK ആണ് ആദ്യം ഡൗൺലോഡ് ആക്കി. നിങ്ങൾക്ക് കാണാം, ഇവിടെ തന്നെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ബേക്കായി. ഈ APK ആണ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ആക്കി. ഇനി നമുക്ക് അതിൻ്റെ താഴത്തത് ഡൗൺലോഡ് ആക്കണം. OBB ലിങ്ക് OBBയിൽ ഡൗൺലോഡ് ആക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ പിന്നെയും ഷെയർ മോഡ്സിൻ്റെ സൈറ്റിൽ പോവും. ഇത് ഏകദേശം ഒരു 162 എത്ര MB ആണ് പറഞ്ഞത്? 162 62 MB ആണ്. ഓക്കെ, ഇത് നമ്മൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വേക്ക് അടിക്കുക. സമയം കാണിക്കൊരു 3 സെക്കൻഡ് കഴിയുമ്പോൾ വരും. ഓക്കെ, 162.8 MB ആണ്. ഓക്കെ, 62 അല്ല, 162.8 MB. സോ അടുത്ത് ലിങ്ക് ഈസ് ഹിയർ റെഡി കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കണം. അടുത്ത് നമ്മൾ ഇതും കൂടെ ഡൗൺലോഡ് ആകണം. സോ കറക്റ്റായിട്ട് കണ്ടോ, സ്കിപ്പാക്കല്ല വീഡിയോ ആരും. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ ഡൗൺലോഡായി നിൽക്കുക. ഓക്കെ, പക്ഷേ അതും സ്റ്റാർട്ടിങ് ഡൗൺലോഡ് കാണാം, താഴെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതും ഡൗൺലോഡായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 2 മിനിറ്റ് കൂടെ എടുക്കും. ഓക്കെ, അതും കൂടെ ഡൗൺലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ഇപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. അതുകൊണ്ട് ഇത് 10-13 മിനിറ്റ് അവർ വരിക്കും. എങ്കിലും ഒരു 20 മിനിറ്റിനകത്തേ വരുള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അതായത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ജസ്റ്റ് സ്കിപ്പൊക്കെ അടിച്ച് വിട്ടിട്ട് പിന്നീട് ആഡാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തുള്ളൂ ആഡാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നേരെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ തരും. അല്ല വീഡിയോ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ വേറെ ചെയ്യണം എന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അപ്പോൾ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഒന്നും കമൻറ്റിലിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാം സെറ്റായെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ പരമാവധി സ്കിപ്പാക്കാതാണെങ്കിൽ എങ്കിൽ തന്നെ സെറ്റാവും. കാരണം നിങ്ങൾ സ്കിപ്പാക്കിയൊക്കെ വിട്ടിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതും. ഓടിപ്പോയി ചെയ്യരുത്, നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്യണം. അപ്പോൾ എങ്കിലും മനസ്സിലാവും. കറക്റ്റായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് ഡൗൺലോഡ് ആക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ലൈവ് പ്രൂഫാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഇത് ആവുമെന്നറിയില്ല. ഞാൻ ഇത് ഡൗൺലോഡ് ആക്കുന്നതാണ്. നിങ്ങൾ ഫുള്ളായിട്ട് ഞാൻ ഗെയിം എടുത്തവരെ കാണിച്ചു തരാം. അപ്പോൾ എനിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാവും ഗെയ്സ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ലൈവ് പ്രൂഫാണ് കാണിക്കാൻ പോണേ. ഓക്കെ, എനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴാണ് ചെയ്യണേ. ഇതിനു മുമ്പ് മറ്റതാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ട്രാഫിക് മോഡ് ചെയ്യണേ. അപ്പോൾ ഇത് നിങ്ങളെ പോലെ തന്നെയാണ്, ഞാൻ പുതിയതായിട്ടാണ് ഡൗൺലോഡ് ആക്കണേ. അപ്പോൾ എനിക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ആവും, ഉറപ്പാണ്. അതിപ്പോൾ ഏത് ലോ ആൻഡ് ഡിവൈസിലും ഗെയിം സപ്പോർട്ടാവുന്ന ഗെയിമിൽ എല്ലാത്തിലും സപ്പോർട്ടാവും. കാരണം ഒറിജിനൽ ഗെയിമിൻ്റെ അത്ര സൈസ് വരുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. കാരണം അതേശം 1.5 GB എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും അത്രയാവുമെന്നാണ് തോന്നുന്നത്. അതായത് ആവും 400 MB 500 MBക്കകത്തേ വരുമെന്ന് തോന്നുന്നു ഇത് APK വരുന്ന. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി. ഓക്കെ, ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയിട്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ZArchiver ഒന്ന് അടിക്കണം ഗൈസ്. ഓക്കെ, ZArchiver. ഓക്കെ, അടിച്ച് കഴിയുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ആക്കണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യണം.
ഇൻസ്റ്റാൾ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ്സ് കാണാം, ഡൗൺലോഡ്സിൽ പതുക്കണം. ഡൗൺലോഡ്സിൽ പതുക്കണം. ഓക്കെ, ഡൗൺലോഡ്സ്. അതിന് ശേഷം നിങ്ങൾ ഇത് ഇവിടെ ആദ്യത്തെ പഴയ ഫയലാണ്. ഓക്കെ, താഴോട്ട് പോവാം. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ OBBയും APKയും വന്നിട്ടുണ്ട്. സോ പഴയ ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ അതിന് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കിടക്കൊണ്ട് APK OBBയും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ APK. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഫയൽ മാനേജർ കയറാം. കുറച്ചുകൂടി എളുപ്പം അതാണ്. മറ്റേന്ന് ചെയ്യാം. നമുക്ക് ഫയൽ മാനേജർ കയറിയിട്ട് ഡൗൺലോഡ്സിൽ APK കിടക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ഇത് പഴയ ഫയലാണ്. ഈ നോക്കണ്ട. ഓക്കെ, ഇവിടെ APK വന്നിട്ടുണ്ട്. ഈ ഏറ്റവും താഴെ കിടക്കണം. ഏറ്റവും താഴെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കിടക്കണതാണ്. APK ആണ്. സോ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ സെഡ് ആർച്ചിവർ എടുത്തതിന് ശേഷം എല്ലാം ഇട്ടേക്ക് ഡൗൺലോഡ്സിൽ സെഡ് ആർച്ചിവർ എടുത്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ APK കാണും. ഒറിജിനൽ ബൈ ടീം KBR ആണെന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ എക്സ്ട്രാ ഹിയർ കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നല്ല കേസ് അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു മിനിറ്റ് കംപ്രസ് അല്ല. ഓക്കെ, കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്താ ചെയ്യണ്ടേന്ന്. ഇൻസ്റ്റാൾ ആക്കണം. ഓക്കെ, നിൽക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആരും പോയത്. ഓക്കെ, നമ്മൾ APK പതുക്കണം. APKയിൽ പതുക്കിയിട്ട് വ്യൂ കൊടുക്കണം. ആദ്യം കിടക്കണം കൊടുക്കണം. വ്യൂ കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ മുകളിലൊരു ഇത് വന്നിട്ടുണ്ട് APK ഒറിജിനൽ ബൈ ടീം KBR എന്ന് പറഞ്ഞിട്ട് അതിൽ പതുക്കണം. അപ്പോൾ അടുത്ത് ഇങ്ങനെ പിന്നെ ഒരെണ്ണം വരും. അപ്പോൾ അടുത്ത് അതിൽ മേലെ പതുക്കുമ്പോൾ ഇൻസ്റ്റാൾ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു വരും. അതിലിങ്ങനെ ഇൻസ്റ്റാൾ വേണം കൊടുക്കാൻ. നമ്മൾ ആദ്യം ചെയ്ത് തെറ്റാണ്. ഇൻസ്റ്റാൾ വേണം കൊടുക്കാൻ. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ. പക്ഷെ 100% ആകുമ്പോൾ ഇൻസ്റ്റാൾ ആവുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് OBBയുടെ കാര്യം നോക്കണം. ഇത് ആദ്യം ഇൻസ്റ്റാൾ ആക്കുക. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം. ആരും സ്കിപ്പാക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ പ്രോബ്ലം വിൽ പാസിങ് ദ പാക്കേജ് എന്തോ കുഴപ്പമുണ്ട്. ഗൈസ് എൻ്റെ കയ്യിൽ പഴയ ഒരു ഫയൽ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് ഞാൻ നൈസായിട്ടൊന്ന് കളഞ്ഞിട്ട് നോക്കിയാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പഴയ ഫയലില്ലേ, അത് ഞാൻ ഇന്നാളത്തെ 4.1 ആ ഒരു ഫയൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കിട്ടാതെ. ഞാൻ ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാൾ പുതുക്കാനെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേജിങ് ആപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പിന്നെ അങ്ങനെ കാണിക്കാം. തേർ വാസ് എ പ്രോബ്ലം വിൽ സ്ട്രെങ്ത് പാക്കേജ്. ഒരു മിനിറ്റ് ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. സെറ്റായിട്ടുണ്ട്. ഈ ചെറുതായിട്ടൊരു കുഴപ്പമാണ്. അത് അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞൊക്കെ കളയുക. കാരണം അതൊക്കെ നിങ്ങൾ കുഴഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ മൈ ഫയൽസിൽ ഫയൽ മാനേജർ കയറുക എല്ലാവരും. അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത് കിടക്കുന്ന APKയുടെ ഫയൽ നിങ്ങൾ അത് പുതുക്കിയിട്ട് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അടുത്ത് ഇവിടെ മുകളിലായിട്ട് വേറൊരു ഫോൾഡർ വരും. അപ്പോൾ അതിനകത്ത് ഇവിടെ കാണാം. അപ്പോൾ അതിൽ പുതുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബെസിലേറ്റർ ഇൻഡോനേഷ്യ V4.2 APK എന്ന് വേണം അതിൽ പുതുക്കുക. അപ്പോൾ ഇവിടെ സ്റ്റേജിങ് ആപ്പ് എന്ന് പറഞ്ഞു വരും ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഫുള്ളാവണം. അതുവരെ വെയിറ്റ് ചെയ്യുക. സോ പെട്ടെന്നാവുന്നുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻസൽ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയൊരു പ്രശ്നം പറ്റി നേരത്തെ, അതാണ്. ഓക്കെ, ക്ഷമിക്കുക. ഇൻസ്റ്റാളിങ് ആവുന്നുണ്ടായാൽ മതിയായിരുന്നു. അതെന്ത് കുഴപ്പമുണ്ട്. ഇതാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചിലപ്പോൾ ആവത്തില്ല. നേരത്തെ എന്തോ ഒരു കുഴപ്പം കാണിച്ചായിരുന്നു. ഇൻസ്റ്റാൾ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തോ ഒരു ഇതാണ്, എററാണ്. ഓക്കെ, ഇതിപ്പോൾ ആവത്തുണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലൈവ് പ്രൂഫ് കാണിച്ചിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ആയില്ലെന്ന് ഞാൻ പറയും കേസ്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക ആദ്യം. അപ്പോൾ എനിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവും. എനിക്കായില്ലെങ്കിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ആവും, ചിലപ്പോഴേ ആവുള്ളൂ. അതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. സമയം എടുക്കും കേസ്, കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. വെയിറ്റ് ആക്കുക. എനിക്ക് തോന്നി ഞാൻ ഇതിനു മുമ്പും കുറേ ആപ്പ് ഇതുപോലെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്പൺ ആക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. ഓപ്പൺ ആക്കരുത്, ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക.
ചണ്ടാർ ചോറിൽ കയറുക. ഓക്കെ, ചണ്ടാർ ചോറിൽ കയറിയതിന് ശേഷം അടുത്ത നമ്മളതെന്ന് പറഞ്ഞാൽ OBV ആണ്. OBV ഇവിടെ നമ്മുടെ അടുത്ത് OBV എവിടെയാടാ? OBV ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ അടുത്ത് OBV ആണ് എടുക്കാനുള്ളത്. ഓക്കെ, ഇവിടെ രണ്ടാമത് കിടപ്പുണ്ട് APK ഒറിജിനലിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ട്രാഫിക് റൈഡിൻ്റെ OBV. ഓക്കെ, അതിൽ മേലെ പിടിക്കിയിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുമ്പോൾ ഇവിടെ വരണുണ്ട്. ഓക്കെ, എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കണോ? കൊടുക്കണം. അപ്പോൾ എങ്കിലെങ്കിൽ വരുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിനുശേഷം മുകളിൽ വരും അവിടെ ഫയൽ. ഓക്കെ, ഇപ്പോൾ മുകളിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത് കിടക്കണതാണ് ബെസ്റ്റ് ഈ 4.2 കേരള ട്രാഫിക് മോഡ് V8 Z1 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ പുതുക്കുമ്പോൾ രണ്ടാമത്തെ ഇത് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ പുതുക്കണം നിങ്ങൾ. അതിനുശേഷം ഈ ഒരു ഫയൽ കണ്ടോ, ഇത് നിങ്ങൾ നൈസായിട്ട് എന്ത് ചെയ്യണം, കട്ടോ കോപ്പി വെച്ചോണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്ത് റിസ്ക്കാണ്. കാരണം എന്തെങ്കിലും എറർ പറ്റിക്ക് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് എടുക്കണേ. എല്ലാവരും കോപ്പി ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അടുത്ത് എറർ പറ്റി കഴിഞ്ഞാൽ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ബേക്ക് അടിക്കുക. അതിനുശേഷം ഇവിടെ ആൻഡ്രോയിഡിൽ OBV കൊടുക്കുക. അതിനുശേഷം എന്താ വരാത്ത ഗെയിം ഇൻസ്റ്റാൾ ആക്കിയാണ്. ഗെയിം ഇൻസ്റ്റാൾ ആക്കിയിട്ടും കിട്ടിയില്ല. എനിക്ക് ഒരു മിനിറ്റ് ഗെയിം എടുത്ത് നോക്കട്ടെ. ഗെയിം ഇൻസ്റ്റാൾ ആക്കി എങ്കിലും എനിക്ക് ആ ഒരു OBV അവിടെ വയ്ക്കാനുള്ള സാധനം കാണുന്നില്ല. ഇത് ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊന്നും സംശയമുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് മേലെ നിന്നൊക്കെ ഇത് കാണിച്ചിട്ട് വൈറ്റ് സ്ക്രീനിൽ നിൽക്കുകയാണ്. ഇപ്പം ശരിക്കും ഇതിനകത്ത് OBV ഇല്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. ഇതിങ്ങനെ നിൽക്കുകയാണ്, വൈറ്റ് സ്ക്രീനിൽ നിൽക്കുകയാണ്. നമുക്ക് ഇതില്ല, ഇതിപ്പോൾ വരത്തില്ല എന്തായാലും. കാരണം OBV ഇല്ലാത്തതുകൊണ്ട് കിട്ടത്തില്ല. എന്നാൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഡാർക്ക് ചോറിൽ തിരിച്ച് കയറുക. പക്ഷെ 17 മിനിറ്റ് ആയി ഇപ്പം തന്നെ വീഡിയോ. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് വന്ന നിങ്ങൾ ഓപ്പൺ ആക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞ് ഡണ്ണ് കൊടുത്തുവിടാൻ. പക്ഷെ ഓപ്പൺ ആക്കിയിട്ട് ബാക്ക് അടിക്കാൻ എങ്കിലേ വരുള്ളൂ. എനിക്കിപ്പോഴാണ് വന്നത്. സോ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞൂടെ കണ്ട് പുതുക്കുക. ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ഇറക്കി ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് പുതുക്കുക. എന്നിട്ട് കോപ്പി ചെയ്യുക. കട്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ആൻഡ്രോയിഡ് OBV പോവുക. അതിന് ശേഷം നിങ്ങൾ മാനുവൽ കൊടുക്കുക. ആ ഒരു ഫയല് താഴത്ത് നമ്മളവിടെ ഒരു ഫയലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നൈസായിട്ട് അങ്ങ് പുതുക്കുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റായി അവിടെ കോപ്പി ആവും ഫയൽ. ഓക്കെ, ഇത് കോപ്പി ആവത്ത്. ഓക്കെ, ഇവിടെ ആവുന്നില്ല കേട്ടോ. എന്താ കോപ്പി ആയില്ല, എന്തോ പറ്റി. ഞാൻ പറഞ്ഞ കട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ OBV അത് മൊത്തം പോകും. അതാണ് ഇപ്പോൾ കണ്ടോ, കോപ്പി ആയില്ല. എന്തോ എറർ പറ്റിയിരിക്കുകയാണ്. സോ കോപ്പി ആയില്ല, അതാണ് പ്രശ്നം. നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്യണം. പിന്നെ കോപ്പി ചെയ്ത് ഡിവൈസ് സ്റ്റോറേജ് ആൻഡ്രോയിഡ് OBV ആലിയോ. ഓക്കെ, ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാൻ റീപ്ലേസ് കൊടുക്കുക. എനിക്കായില്ല, കാരണം എന്തോ ആയില്ല. ഇപ്പോഴും ഫോൾഡർ MD എന്ന് കാണിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. സീരിയസ് ആയിട്ട് എന്തോ കുഴപ്പമുണ്ടേ. എന്താ ഈ പ്രശ്നം? എല്ലാം ഓക്കെ ആണ് പക്ഷേ എന്തോ വരുന്നില്ല. എന്ത് തൊല്ലാണ്, കിട്ടണില്ല. നിങ്ങൾ വിളിക്കുന്നതിന് ശേഷം കോപ്പി ചെയ്യുക ഒന്നുകൂടെ. ഇത് ഡെസ്റ്റിനേഷൻ ഫോൾഡർ. ഓക്കെ, ആൻഡ്രോയിഡ് OBV വാല്യൂ ബെസ്റ്റ് ആക്കുക. റീപ്ലേസ് ജനറേഷൻ എന്ത് സംഭവം ഇതാവണില്ല. പുല്ലെന്താണ് ഈ ചാവാത്ത? നിങ്ങൾ ഇവിടെ പോയിട്ട് ആദ്യം OBV കളയായിരുന്നു. ഇത് തേങ്ങയാണ്. പാപ്പാടെ എനിക്കും കൺഫ്യൂഷനായി. ഇതായിരിക്കും നിങ്ങളെന്ന് പറഞ്ഞല്ലേ.
സ്കിപ്പാണ് മനസ്സിലാവണേ. പുല്ല് കൊഴുപ്പായ തേങ്ങാക്കൊല ഒന്നും കാണാനുമില്ല. ഓ ഇതെങ്കിൽ ആയാൽ മതിയായിരുന്നു. ഞാൻ കോപ്പി ചെയ്തുകൊണ്ടാണ് പോയത്. ഓ കൈ സാവണില്ല. എന്ത് തേങ്ങയാണ് ആ മൊത്തത്തിൽ ഒരു പോയിൽ പോയി. എടാ ഇതിപ്പോൾ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല. ഞാൻ കട്ട് ചെയ്തുകൊണ്ട് പോയി. ഇതാണ് ഈ പ്രശ്നം. എന്ത് ചെയ്യാനാണ് ഞാൻ? ഒന്ന് കയറി നോക്കട്ടെ. കയറിയാലും അയ്യോ എവിടെയാണ് ഗെയിം? കയറിയിട്ടും കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളാരും ഇത് നമ്മുടെ ആയിട്ടില്ല ശരിക്കും. ഇനി അത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കാണുന്നില്ല ഈ അവിടെ എന്താണ് തേങ്ങാക്കൂല. എടാ ആയി എൻ്റെ മോനെ കൈസ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഈസ്. അമ്പോട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ആയിട്ടുണ്ട്. എടാ ആയിട്ടുണ്ട് ഈസ്. അമ്പോട് ആയിട്ടുണ്ടേ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമ്മൾ അവിടെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഗെയിം എടുത്ത് നോക്കാം. ഞാൻ ഇത്ര നേരം ചുമ്മാ സമയം കളഞ്ഞ് അവിടെ നിങ്ങൾ കുറേ തവണ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു റീപ്ലേസ് ചെയ്യുമ്പോൾ. അത് അവിടെ നമ്മൾ ആ ഒരു OBക്കകത്ത് നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒന്നുകൂടെ കോപ്പി ചെയ്തതിന് ശേഷം കണ്ടില്ലെങ്കിൽ വിട്ടുകളാം. അവിടെ നിന്ന് നിങ്ങൾ ബേക്കടിച്ച് ഗെയിം എടുക്കുക. അപ്പോൾ ഗെയിമിൽ എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ. അയ്യോ ബസ്സിൻ്റെ ഇതൊക്കെ കൊടുക്കാനായിട്ട് ബസ്സിൻ്റെ മോഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്യില്ലേ? അപ്പോൾ അതിനായിട്ടൊരു ഫോൾഡർ വേണം. അപ്പോൾ ഞാൻ മോഡ്സൊക്കെയാണ് കൊടുക്കണത്. യൂസ് ദിസ് ഫോൾഡർ കൊടുക്കുക. അല്ല കൊടുക്കുക. ഓക്കെ നമ്മൾ മോഡും പാട്ടൊക്കെ കയറ്റണ്ടേ? അപ്പോൾ അതിനായിട്ടൊരു ഇതാണ് കൊടുക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കൊടുക്കുക. ഇവിടെ സംഭവം സെറ്റാണ്. എൻ്റെ ബസ് കണ്ടാ കിട്ടില്ലായി. ഓക്കെ വന്നിട്ടുണ്ട്. വേറെ കുഴപ്പവും കാര്യം ഒന്നുമില്ല. ഫുള്ളായിട്ട് പക്കയാണ്. ഞാൻ ലൈവ് പ്രൂഫാണ് കാണിച്ചത്. ഞാൻ ശരിക്കും ഞെട്ടിയത്. കാരണം ഇത് വരൂല്ല എന്ന് വിചാരിച്ചെടുത്തതാണ് വന്ന്. ഓക്കെ ജസ്റ്റ് നല്ലൊരു ഗെയിം എടുത്ത് നോക്കാം. ഓക്കെ അതിന് അവിടെ OBB കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഗെയിം എടുത്ത് നോക്കുക. ഗെയിം എടുത്തിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നേരെ കമൻ്റ് ഇടുക. അപ്പം നമ്മൾ നേരെ നോക്കാം. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് ബെല്ലൈക്കണം അടിച്ച് പൊട്ടിച്ചിരിക്കണം. ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ വീഡിയോ ആരും സ്കിപ്പാക്കരുത്. സ്കിപ്പാക്കാതെ വേണം കാണാം. ഓക്കെ ബൈ.